കെ ടി സ്വാലിഹ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. കെ ടി സ്വാലിഹ്, വിവിധ നേതാക്കന്മാർ, അതായത് ഡോക്ടർ പി സരിൻ, വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ പങ്കുവച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ കാണുന്ന ആവേശത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്വാലിഹ്. അജിംഷാദ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് റോഡ് ഷോ ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ സ്വീകരണം തന്നെ വലിയ ഒരു റോഡ് ഷോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ ആവേശത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. റോഡിൻ്റെ 2 ഭാഗങ്ങളിലും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയ ആളുകൾ, അദ്ദേഹത്തെ കാണാനൊക്കെ അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ എത്തി നിൽക്കുന്നു. വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളിങ്ങനെ ചെറുസംഘങ്ങളായി കാത്തു നിൽക്കുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. വലിയ ആവേശത്തിൽ ഇടതുമുന്നണി പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ട്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പര്യടന പരിപാടികൾ, റോഡ് ഷോ ഒക്കെ ഉച്ച കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഔപചാരിക റോഡ് ഷോയും മറ്റും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയ സ്വീകരണം തരാമെന്ന് ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചതാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും എളിമയോടെ, ഏറ്റവും ആഹ്ലാദത്തോടെ പറയട്ടെ, ആ വിവരം അറിഞ്ഞ് നിലമ്പൂരിലെ മഹാജനസഞ്ചയം അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ഇവിടെ ഒഴുകിയെത്തി. അതിൽ ഏറ്റവും ആവേശകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന കുറേ ആളുകൾ, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പല മുഖങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരോടെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ പകർന്നു നൽകിയ ഈ ഐക്യദാർഢ്യത്തിന്, സ്നേഹവായ്പിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അവരെ അഭിവാദ്യം ചെയ്യുന്നു. ആ പിന്തുണ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നാടാകെ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഒറ്റക്കെട്ടായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നല്ലൊരു നാളേക്കായി, പുതിയൊരു കേരളത്തിനായി ഒക്കെ, നല്ലൊരു നിലമ്പൂരിനായി ഒക്കെ കൈകോർക്കാം, ഒരുമിക്കാം, നമുക്ക് ഒന്നിച്ചു നീങ്ങാം. എല്ലാവർക്കും ഹൃദയാഭിവാദനങ്ങൾ. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കാത്തുനിന്നവരൊക്കെ, വോട്ടർമാരെ എല്ലാം അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഈ ആളുകളുടെ ഒക്കെ ഒരു വലിയ ആവശ്യം. ഇവിടെ നിന്ന് അദ്ദേഹം വാഹനത്തിലേക്ക് വലിയ ആവേശത്തിൽ ഇവിടെ ഉണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ പോകണം. എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട്? ആയിരം ആവേശങ്ങള് എന്താണ് പറയാനറിയില്ല. അത്ര ഉത്സാഹമല്ല, അത്ര നല്ലൊരു നേതാവിനെ എപ്പോഴാണ് കിട്ടിയത്? ഒരു നേതാവിനെ എപ്പോഴാണ് കിട്ടിയത്? ഇതുവരെ നേതാവില്ലായിരുന്നു, ഇപ്പോൾ നേതാവുണ്ടായി. നല്ലൊരു നേതാവുണ്ടായി. നമുക്ക് എംഎൽഎ പോയ സംഘടന, ഞങ്ങൾ അടുത്ത മന്ത്രി വരുന്നത്. ജയിച്ച അവിടെ തന്നെ മന്ത്രിയല്ലേ, നേതാവാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഇപ്പോഴേ തുടങ്ങി തുടക്കം കുറിച്ചു. ഞങ്ങൾ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ഞങ്ങളെ മരിച്ചാലും മറക്കാൻ ചുറ്റി ഞങ്ങൾ ചിഹ്നമാണ്. ആ ചിഹ്നം ഞങ്ങൾക്ക് വേണ്ടേ, അതിന് വോട്ട് ചെയ്യാം. ജയിച്ചു കഴിഞ്ഞു, സ്വരാജ് ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞു. ഇനി വോട്ട് എണ്ണിയാൽ മതി. തീർച്ചയായും ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. ഉജ്ജ്വലമായ വിജയം നേടും സ്വരാജ്. എന്താ കാരണം? കാരണം നല്ല ഒരു ആവേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആവേശം അവസാനം വരെ നിലനിർത്തും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷം തുടരും. എന്താണ് രാവിലെ എത്തിയോ? എപ്പോ എത്തി? രാവിലെ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചു പോന്നു. റോഡ് ഷോ തുടങ്ങി. നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി സ്വരാജിനെ സമ്മാനിച്ച CPM-ന്റെ നേതാക്കന്മാർക്കാണ് ആദ്യമായിട്ട് ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കുന്നത്. സ്വരാജിനെ നിലമ്പൂരിന് ആരുടെ അന്തകരന്മാരാകാൻ വേണ്ടിയിട്ട് സ്വരാജിനെ നിലമ്പൂർക്ക് തന്ന CPM-ന്റെ നേതൃത്വത്തിന് 1000 കുഞ്ഞാലിയുടെ മണ്ണിന്റെ അഭിവാദ്യം നേരിയാണ് ഞങ്ങള്. തീർച്ചയായും സഖാവ് കുഞ്ഞാലിയുടെ ഒരു നാടാണ്. ആളുകൾക്കെല്ലാം ഒരു ആവേശം വീണ്ടും തിരിച്ചു വന്നു. എന്താണ് വലിയ ആവേശത്തിൽ രാവിലെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? എന്താണ് നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയാ? നല്ല ചൂട്, നല്ല മികച്ച ആവേശമായി. ഇനി എന്താണ് പരിപാടികൾ? ഇനി എന്താ, പ്രചരണത്തിനൊപ്പം കൂടണം. വീട് എവിടെയാ? വീട് കരുവാരുണ്ട്. ആ ഒരു ആവേശമുണ്ട്. തീർച്ചയായും കുഞ്ഞാലിയുടെ മണ്ണ് വലിയ ആവേശത്തിലാണ്. സ്വാലിഹ്, ഞാൻ തിരിച്ചെത്താം. ആ ആവേശം ഒരിക്കൽ കൂടി കാണേണ്ടതുണ്ട്. അവരുടെ പങ്കുവെക്കൽ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം.